നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. 2026 ആകുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവുകളെ പുറത്തെടുക്കുന്നതിന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അദൃശ്യമായ തടസ്സങ്ങളെ എങ്ങനെ തകർക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പറഞ്ഞത് ആരാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. പരാജയത്തിന്റെ ഈ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം പരാജയം ഒന്നിന്റെയും അവസാനമല്ല, പലപ്പോഴും അതൊരു തുടക്കം മാത്രമാണ്. ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ശരിക്കുമൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു ശക്തി എന്താണ്? ഈ ചോദ്യം വളരെ പ്രധാനമാണ്, കാരണം ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഓരോന്നായിട്ടാണ് നോക്കാൻ പോകുന്നത്. എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയുന്നത് മുതൽ അത് മറികടക്കാനുള്ള വഴികൾ വരെ നമ്മൾ സംസാരിക്കും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയമെന്നു പറയുന്നത് പുതിയ എന്തെങ്കിലും നേടുന്നതിലല്ല, മറിച്ച് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുന്നതിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ നമുക്ക് ഉണർത്താം. ശരി, നമ്മുടെ യാത്രയിലെ ആദ്യത്തെ തടസ്സത്തിലേക്ക് കടക്കാം. ആത്മസംശയം. ഇതൊരു വെറും തോന്നലല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരു ശത്രുവാണ്. ആത്മസംശയത്തെ ഒരു കള്ളനായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ സംശയത്തിൽ കളയുന്ന ഓരോ നിമിഷവും ആ കള്ളൻ നിങ്ങളുടെ ഊർജ്ജവും ശ്രദ്ധയും വിലപ്പെട്ട അവസരങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളനെ തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി. ഇതിനുള്ള പരിഹാരം വളരെ വ്യക്തമാണ്. സംശയങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക. അങ്ങനെ ആത്മവിശ്വാസമെന്ന മണ്ണിനെ വളക്കൂറുള്ളതാക്കുക. അപ്പോൾ മാത്രമേ ധൈര്യത്തോടെ തീരുമാനങ്ങളെടുക്കാനും മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കൂ. ഉള്ളിലെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് കൊടുക്കണം. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ കൂടെ കൂട്ടുന്നവർ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. എപ്പോഴും പരാതി പറയുന്ന, സംശയിക്കുന്ന ആളുകൾ എത്രത്തോളം അപകടകാരികളാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ നിങ്ങളുടെ ഊർജ്ജം കളയുക മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ അവരുടെ പേടിയും സംശയവും വെച്ച് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. ഇതിനുള്ള പരിഹാരം ലളിതമാണ്, പക്ഷേ വളരെ ശക്തവുമാണ്. നിങ്ങളുടെ ഊർജ്ജവും കാഴ്ചപ്പാടും സംരക്ഷിക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. അത് അഹങ്കാരമല്ല, അത് നിങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രം മതിയോ? പോരാ. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പോലും അറിയാതെ ആവർത്തിക്കുന്ന ചില ശീലങ്ങളുണ്ട്. പുരോഗതിയുടെ നിശ്ശബ്ദ കൊലയാളികളാണവ. ഇതൊന്ന് നോക്കിക്കേ. നമ്മുടെ ഒരു ദിവസത്തെ ഊർജ്ജം എങ്ങോട്ടായി പോകുന്നത്? ആവശ്യമില്ലാത്ത മീറ്റിംഗുകൾ, വെറുതെയുള്ള സംസാരങ്ങൾ, ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ 90% ഊർജ്ജവും പാഴായി പോവുകയാണ്. അപ്പോ ഈ ചീത്ത ശീലങ്ങളെ എങ്ങനെ മറികടക്കാം? അച്ചടക്കമെന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ നിയന്ത്രണമാണെന്ന് കരുതരുത്. അല്ല, ഇത് ശരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കലാണ്. അച്ചടക്കത്തിലൂടെ പ്രവർത്തനത്തിനുള്ള ഒരു പുതിയ വഴിയാണ് നമ്മൾ തുറക്കുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ തടസ്സത്തിലേക്ക്. ഒരുപക്ഷേ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണിത്, കംഫർട്ട് സോൺ. സുരക്ഷിതത്വം എന്ന് നമ്മൾ കരുതുന്ന ഈയൊരിടം എങ്ങനെയാണ് നമ്മുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നതെന്ന് നോക്കാം. നോക്കൂ, ഒരു വശത്ത് സുരക്ഷിതത്വമുണ്ട്, മറുവശത്ത് വളർച്ചയുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. യഥാർത്ഥ കഴിവുകൾ പുറത്തുവരുന്നത് എപ്പോഴും വെല്ലുവിളികളെ നേരിടുമ്പോഴാണ്. അതുകൊണ്ട് കംഫർട്ട് സോൺ പലപ്പോഴും സാധാരണത്വത്തിലേക്കുള്ള ഒരു കെണിയാണ്. അതുകൊണ്ട് അസ്വസ്ഥതകളോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിവെക്കൂ. അതിനെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം നമ്മളെ പഠിപ്പിക്കാൻ വരുന്നൊരു ഗുരുവായി കാണുക. ഓരോ വെല്ലുവിളിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒഴിവാക്കുന്ന ഒന്നും ഒരു നഷ്ടമല്ല. നേരെ മറിച്ച് നമ്മളെ തന്നെ സ്വതന്ത്രരാക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ കഴിവിന് ശ്വാസമെടുക്കാനും വളരാനും നമ്മൾ തന്നെ ഇടം നൽകുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ 4 കാര്യങ്ങൾ. 1. ആത്മസംശയം ഒഴിവാക്കുക. 2. ഊർജ്ജം കളയുന്ന ആളുകളെ ഒഴിവാക്കുക. 3. സമയം കളയുന്ന ശീലങ്ങൾ മാറ്റുക. 4. കംഫർട്ട് സോണിന്റെ ചങ്ങലകൾ പൊട്ടിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംശയങ്ങളെയും സംസാരങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നവരെയാണ് ഈ ലോകം ഓർക്കുക. നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുമ്പോൾ സാധ്യതകളുടെ ഒരു പുതിയ ലോകം തന്നെ തുറക്കപ്പെടും. പണ്ട് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും വളരെ സ്വാഭാവികമായി സംഭവിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. മുന്നിലുള്ള വർഷം നിങ്ങളുടെ മുന്നിൽ ഒരു വെള്ള കടലാസ് പോലെയാണ്. അതിലെന്ത് എഴുതണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ പാഠങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ?